താങ്കൾക്കെതിരെ ഉയർന്ന വലിയൊരു ഭൂമി കുംഭകോണ ആരോപണമുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന് ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത്. താങ്കൾ വാങ്ങിയ ഭൂമിയിൽ ഇത്രയും ഒരു ആരോപണം ഉയരുമ്പോൾ അത് മറുപടി പറയേണ്ടത്, വിശദീകരിച്ചില്ലെങ്കിൽ താങ്കളുടെ പാർട്ടി കൂടി പ്രതിസന്ധിയിലാകില്ലേ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരികയല്ലേ? എന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കരുത്, അത് നടക്കില്ല. ഇതുവരെ നടന്നിട്ടില്ല. എന്നിട്ടാണോ ഈ ദല്ലാൽമാരെ അല്ല, എന്റെ എതിരെയല്ലോ അത് ഒട്ടിക്കുന്നത്, അത് ഏതോ കമ്പനി. ഈ ആരോപണം കർണാടക നിയമസഭയിൽ ഉൾപ്പെടെ ഉയർന്നതാണ്. രാജീവ് ജി, എന്തുകൊണ്ടാണ് മറുപടി പറയാൻ ഭയക്കുന്നത്? താങ്കൾ എന്താണ് ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാതെ മടങ്ങുന്നത്? കർണാടകത്തിൽ നടത്തിയ കോടികളുടെ ഭൂമി കുംഭകോണത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ രാജീവ് ചന്ദ്രശേഖർ. ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ അധിക്ഷേപാംഗ്യവും ആക്രോശവും നടത്തി ഓടി രക്ഷപ്പെടുന്ന BJP സംസ്ഥാന അധ്യക്ഷനും ഉപാധ്യക്ഷനും. ആരോപണങ്ങൾക്ക് മറുപടി പറയാനെത്തിയ BJP സംസ്ഥാന അധ്യക്ഷന്റെ വാർത്താ സമ്മേളന വേദിയിൽ കണ്ട കാഴ്ചകളാണ് ഇതൊക്കെ. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന കോടികളുടെ ഭൂമി തട്ടിപ്പിന്റെ വസ്തുത എന്താണ്? ഇതിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന മുൻ MP-യുടെ പങ്ക് എന്താണ്? വ്യവസായം തുടങ്ങാൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള BPL ഇന്ത്യ ലിമിറ്റഡിന് കർണാടക സർക്കാർ KADB അല്ലെങ്കിൽ കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ബോർഡ് വഴി തുച്ഛവിലയ്ക്ക് നൽകിയ ഭൂമി രാജീവ് ചന്ദ്രശേഖറും കുടുംബവും കോടികൾ വാങ്ങി മറച്ചുവിറ്റു എന്നതാണ് പ്രധാന വിഷയം. ഇതിൽ 175 ഏക്കർ ഭൂമി മറച്ചുവിറ്റ് 500 കോടി രൂപ തട്ടിയെന്നും ഭൂമി തിരികെ പിടിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഡൽഹിയിൽ അഭിഭാഷകനായ KN ജഗദേഷ് കുമാർ കർണാടക ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പരാതി നൽകിയത്. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്കും EDക്കും CBIക്കും പകർപ്പയച്ച ജഗദേഷ് കുമാർ പ്രത്യേക അന്വേഷക സംഘത്തെ നിയോഗിക്കണമെന്നും മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായും കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ ഇടപെടുന്നില്ലെന്നുമുള്ള ആരോപണം കോൺഗ്രസിനെതിരെയും പരാതിക്കാരൻ ഉന്നയിക്കുന്നു എന്നതിലാണ് ഈ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. BPL കമ്പനിക്ക് പാട്ടത്തിന് നൽകിയ ഭൂമി മറച്ചുവിറ്റ് 500 കോടിയിലധികം രൂപ കട്ടെടുത്ത രാജീവ് ചന്ദ്രശേഖറിനെതിരെയും കുടുംബത്തിനെതിരെയും യാതൊരു നടപടിയും കോൺഗ്രസ് ഈ നിമിഷം വരെ ആവശ്യപ്പെട്ടിട്ടില്ല. കോടിക്കണക്കിന് രൂപയുടെ സർക്കാർ ഭൂമി കട്ടെടുത്തു വിറ്റ് കർഷകരെയും പൊതുജനങ്ങളെയും വഞ്ചിച്ച ഒരു BJP നേതാവിനെതിരെ വിരലണക്കാൻ കർണാടകയിലെ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ കോൺഗ്രസ് നിലപാടും മറിച്ചല്ല. രാജീവ് ചന്ദ്രശേഖറിനോട് ഫൈറ്റ് ഇല്ലെന്നും അദ്ദേഹത്തിനുള്ളത് BJP ഐഡിയോളജി അല്ലെന്നുമാണ് VD സതീശൻ പ്രതികരിച്ചത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു BJPയുടെ ഐഡിയോളജി ഉള്ള ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. അതൊക്കെ അദ്ദേഹം ലേറ്റ് എൻട്രികളാണ്, പാർട്ടിയിലേക്ക് വന്ന ആളുകളാണ്. അല്ല, അദ്ദേഹത്തോടല്ലല്ലോ വ്യക്തിപരമായി ആര് വേണേലും വരട്ടെ. 20 വർഷം മൂടിവെച്ച അഴിമതി പുറത്തു വരുമ്പോൾ ഇത്രയും കാലം ഈ തട്ടിപ്പ് പുറത്തു വരാതെ സൂക്ഷിക്കാൻ കോൺഗ്രസ് സർക്കാരും സംരക്ഷണ വലയം തീർത്തെന്ന് തന്നെ വേണം അനുമാനിക്കാൻ. കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെ കർണാടകത്തിൽ ഭൂമി തട്ടിപ്പ് കേസുകളിൽ ഉൾപ്പെടുകയും കേസുകൾ ഒതുക്കി തീർത്ത ചരിത്രവുമൊക്കെ നമുക്കറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് സർക്കാരിന്റെ മറവിൽ നടക്കുന്ന വലിയ അഴിമതികൾ പുറത്തു വരരുതെന്ന ഗൂഢലക്ഷ്യം തന്നെയാണ് രാജീവ് ചന്ദ്രശേഖറിനെ പോലുള്ളവർക്ക് വളമായതെന്ന് വ്യക്തമാണ്.